ശാന്തി. ഭ്രുകുടി മധ്യത്തിൽ തിളങ്ങുന്ന ഞാൻ ഒരു ചൈതന്യ ശക്തി ആത്മാവാണ്. മനസ്സ് ശാന്തമാണ്. ബുദ്ധി എൻ്റെ ആത്മിക സ്വരൂപത്തിൽ ഏകാഗ്രമാണ്. എൻ്റെ തനതായ സ്വരൂപത്തിൽ തനതായ ഗുണങ്ങൾ യുമോർജാകുന്നു. സർവ ദിവ്യ ഗുണങ്ങളാൽ സമ്പന്നമായ ഞാൻ ഒരു ശ്രേഷ്ഠാത്മാവാണ്. ഞാൻ ആത്മീയ ബാബയുടെ ആത്മീയ പൂന്തോട്ടത്തിലെ പുഷ്പമാണ്. ദിവ്യ ഗുണങ്ങളാകുന്ന ആത്മീയ സുഗന്ധം എന്നിൽ നിറഞ്ഞിരിക്കുന്നു. ഞാൻ സദാ ആത്മീയതയുടെ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. എവിടെ നോക്കിയാലും ആരെ നോക്കിയാലും ശരീരത്തെ കാണാതെ ആത്മാവിനെ കാണുന്നു. ഞാൻ ബാബയുടെ പൂന്തോട്ടത്തിലെ ആത്മീയ റോസാപ്പൂവാണ്. ഉയർന്നതിലും ഉയർന്ന ബാബയുടെ പൂന്തോട്ടവും ഉയർന്നതാണ്, സുന്ദരമാണ്. ബാബയുടെ പൂന്തോട്ടത്തിൽ ഞാൻ വിശേഷ ശൃംഗാരമാണ്. ബാബ വന്ന് സർവ ആത്മാക്കളെയും ആത്മീയ സുഗന്ധമുള്ള പുഷ്പങ്ങളാക്കുന്നു. ഭാരതത്തെ മുൾക്കാടിൽ നിന്നും സുഗന്ധിത സുന്ദര പൂന്തോട്ടമാക്കുന്നു. ഞാൻ ക്ഷേത്രത്തിന് യോഗ്യനായി മാറാൻ പെരുമാറ്റം വളരെ മധുരവും രാജകീയവുമാക്കുന്നു. അനേകർക്ക് ബാബയുടെ പരിചയം നൽകി നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്ത് ഞാൻ സേവനത്തിൽ മുഴുകുന്നു. പതിതരിൽ നിന്നും പാവനമാകാനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നു. നിരാകാരനായ ബാബ ഉദ്യാനപാലകനാകുന്നു. ഉദ്യാനനാഥൻ എന്നും പറയുന്നു. ഞാൻ ബാബയുടെ ശ്രീമതത്തിലൂടെ ഭാരതത്തെ മുൾക്കാടിൽ നിന്നും പൂന്തോട്ടമാക്കുന്നു. കൽപ്പകൽപ്പം ബാബ വന്ന് ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണനും പിന്നെ ബ്രാഹ്മണനിൽ നിന്നും ദേവതയുമാക്കുന്നു. ഞാൻ ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണനായി മാറുന്നതിനായി പുരുഷാർത്ഥം ചെയ്യുന്നു. ബാബ പവിത്ര ലോകം നിർമ്മിക്കുന്നു. മുഴുവൻ ലോകവും പവിത്രമായി മാറുന്നു. ഇത് ഡ്രാമ അനുസരിച്ച് സംഭവിക്കുക തന്നെ വേണം. സത്യയുഗത്തിൻ്റെ സ്ഥാപനയും ഉണ്ടാകുന്നു. ഞാൻ ആത്മീയ മിലിറ്ററിയായി 5 വികാരങ്ങളുടെ മേലെ വിജയം നേടുന്ന ജഗത് ജീത്തായി മാറുന്നു. ജന്മജന്മാന്തരങ്ങളിലെ പാപം നശിപ്പിക്കുന്നതിന് ബാബ യുക്തികൾ പറഞ്ഞു തരുന്നു. ഒരേ ഒരു തവണ മാത്രമാണ്
ബാബ യുക്തികൾ പറഞ്ഞു തരുന്നത്. ഏതുവരെ രാജധാനി സ്ഥാപനമാകുന്നില്ലയോ അതുവരെ വിനാശമുണ്ടാകില്ല. ഞാൻ ഗുപ്തമായ യോദ്ധാവാണ്. പാർട്ട് അഭിനയിച്ച് തമോ പ്രധാനമായി വീണ്ടും ബാബ സദോ പ്രധാനമാക്കി മുകളിലേക്ക് കൊണ്ടുപോകുന്നു. ഇറങ്ങുന്ന കലയുടെയും കയറുന്ന കലയുടെയും രഹസ്യം ബാബ മനസ്സിലാക്കി തരുന്നു. ബാബ പറയുന്നു, ദേഹി അഭിമാനിയാകൂ. ആത്മാവ് തന്നെയാണ് ശരീരം ധാരണ ചെയ്ത് പാർട്ട് അഭിനയിക്കുന്നത്. ഞാൻ ആത്മാവിൽ അടങ്ങിയിരിക്കുന്ന പാർട്ടിനെ സാക്ഷിയായി കാണുന്നു. വളരെയധികം ഭക്തി ചെയ്തവർ മനസ്സിലാക്കുന്നു, പെട്ടെന്ന് ധാരണയും ചെയ്യുന്നു. ആത്മീയ മിലിറ്ററിയായി മാറി 5 വികാരങ്ങളുടെ മേലെ വിജയം നേടുന്നു. തീർച്ചയായും പവിത്രമായി മാറണം. പാവനമാക്കി മാറ്റുന്നതിനുള്ള സേവനം ചെയ്യണം. ബാബയുടെ നിർദ്ദേശമാണ് പരിധിയില്ലാത്ത ഡ്രാമയിലെ എല്ലാ പാർട്ടും ആത്മാഭിമാനിയായി അഭിനയിക്കണം. ഒരിക്കലും ദേഹാഭിമാനത്തിൽ വരരുത്. സാക്ഷിയായി ഓരോ അഭിനേതാവിൻ്റെ പാർട്ടും കാണുന്നു. ബാബ വരദാനം തന്നിരിക്കുന്നു. സദാ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സ്ഥിതിയിലിരിക്കുന്ന കമ്പൈൻഡ് സ്വരൂപത്തിൻ്റെ അനുഭവിയായി ഭവിക്കൂ. ഞാൻ സദാ ബാബയുടെ കൈ പിടിച്ചുകൊണ്ട് നടക്കുന്നു. ബാബയോട് കമ്പൈൻഡ് ആയിരിക്കുന്നെങ്കിൽ മായയുടെ കണ്ണിൽ പെടില്ല. ബാബയുടെ കൂട്ടിൻ്റെ അനുഭവം ഉണ്ടാകുമ്പോൾ എപ്പോഴും ആനന്ദത്തിലിരിക്കും. ചതി, ദുഃഖം എന്നിവ നൽകുന്ന സംബന്ധങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നു. യോഗത്തിൻ്റെ രൂപത്തിലുള്ള കവചം ധരിക്കുകയാണെങ്കിൽ മായയുടെ രൂപത്തിൽ വരുന്ന ശത്രുക്കളുടെ ആക്രമണമുണ്ടാകുന്നില്ല. യവറടിയാകുന്നതിലുള്ള പവർഫുൾ സങ്കല്പത്തിലൂടെയും ജ്വാലാസ്വരൂപയോഗത്തിലൂടെയും വിനാശത്തിൻ്റെ ജ്വാലയെ തീവ്രമാക്കുന്നു. ഓം ശാന്തി.